വാർത്തകളിലേക്ക് വിശദമായി. അരിക്കൊമ്പനെ ഇന്ന് കാട്ടിൽ തുറന്നു വിടരുതെന്ന് മദ്രാസ് ഹൈക്കോടതി. കോടതി വനം വകുപ്പിന് നിർദ്ദേശം നൽകി. നാളെ വിശദമായ വാദം തുടരും. അതുവരെ കാട്ടിൽ തുറന്നു വിടരുതെന്നാണ് നിർദ്ദേശം. വിവരങ്ങളുമായി സഞ്ജയനും പ്രിൻസ് ജെയിംസും ഒപ്പം ചേരും. ആദ്യം സഞ്ജയനിലേക്ക്. സഞ്ജയൻ, എന്താണ് കോടതി പറഞ്ഞത്? കൃഷ്ണരാജ്, കോടതി മദ്രാസ് ഹൈക്കോടതിയിൽ കേരളത്തിൽ എറണാകുളം സ്വദേശി റബേക്ക ജോസഫ് എന്ന മൃഗസ്നേഹി നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തുറന്ന വനപ്രദേശത്ത് അരിക്കൊമ്പനെ തുറന്നു വിടരുത് എന്ന ഒരു സുപ്രധാനമായ ഒരു നിർദ്ദേശവുമായി കോടതി വന്നിരിക്കുന്നത്. അതായത് നാളെ 10:30 മുഴുവൻ വിശദമായ ഒരു അവലോകനം നടത്തുന്നത് വരെ തുറന്ന കാട്ടിൽ വിടാനായിരുന്ന തമിഴ്നാട് വനംവകുപ്പിന്റെ നടപടിയാണ് കോടതി ഇപ്പോൾ നാളെ 10:30 മണിക്ക് കോടതി മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ചിൽ നടക്കുന്ന ഈ ഹർജിயின் മുകളിലുള്ള വിശദീകരണം നടന്നതിന് ശേഷം മാത്രമേ തുറന്നുവിടാവൂ എന്നുള്ള ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് തമിഴ്നാട് വനംവകുപ്പിന്റെ നടപടിയെ ഇപ്പോൾ തടഞ്ഞു വച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, കോടതി രൂക്ഷമായ ഒരു വിമർശനവും ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ആനകളുടെ വനപ്രദേശങ്ങളുടെ ആനകളുടെ സ്വന്തം മേഖലയായ അവരുടെ ജീവിത മേഖലയായ വനമേഖലകളെ മനുഷ്യൻ കൈയടക്കി പല പ്രദേശങ്ങളിലും കെട്ടിട നിർമ്മാണങ്ങളും അതേപോലെ പല മേഖലകളിലും കാർഷിക മേഖലയാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ആനകളുടെ സഞ്ചാരപഥം അവർക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം തടയപ്പെട്ടതിനാൽ ആനകൾ ഗ്രാമപ്രദേശങ്ങളിലും മനുഷ്യവാസ മേഖലകളിലേക്കും കയറേണ്ട ഒരു അവസ്ഥ ഉണ്ടായതിന് കാരണം മനുഷ്യന്റെ വനമേഖലകളിലെ ആക്രമണമാണ് എന്ന ഒരു രൂക്ഷ വിമർശനവും കോടതി ഉന്നയിച്ചിട്ടുണ്ട്. എന്തു തന്നെയായാലും നാളെ ഇത് വിശദമായ ഒരു വിധി വരുന്നത് വരെ ഇതിനെ തുറന്ന വനപ്രദേശത്ത് വിടരുത് എന്നുള്ള നിർദ്ദേശമാണ് ചെന്നൈ ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആനയെ ഇന്ന് തുറന്നു വിടരുത് എന്ന് പറയുന്നു. കോടതി നിർദ്ദേശം പാലിച്ചേ പറ്റൂ. ഈ ആന എവിടെ തുടരുമെന്നാണ്? അതായത് ഈ അനിമൽ ആംബുലൻസിൽ തുടരുന്നുവെങ്കിൽ ഇതിന്റെ മയക്കമൊക്കെ മാറുമ്പോൾ വീണ്ടും കുഴപ്പക്കാരനാവില്ലേ? അപ്പോൾ എങ്ങനെ എവിടെ പാർപ്പിക്കുമെന്നാണ്? അതായത് ഇപ്പോൾ പൂർണ്ണമായ ഒരു സുരക്ഷിതത്വവും ആനയുടെ ആരോഗ്യത്തിൽ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിച്ചാണ് തമിഴ്നാട് വനവകുപ്പിന്റെ നടപടി. അതായത് കമ്പം പ്രദേശത്ത് നിന്ന് മയക്കവടി വെച്ച് ആനയെ പിടിച്ച് വനം വകുപ്പിന്റെ ആംബുലൻസ് ലാറി മുഖാന്തരം കൊണ്ടുവന്നത് കഴക്കാടിന് സമീപം, അതായത് തിരുനെല്ലിക്ക് കഴക്കാട് പുലികൾ ശരണാലയം വനവകുപ്പിന്റെ പ്രദേശത്താണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ ആനയെ തുറന്ന പുലികൾ ശരണാലയത്തിൽ വനംവകുപ്പിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ അതിനെ ഒരു നിയന്ത്രണ മേഖലയ്ക്കുള്ളിൽ വിട്ട് ഒരു ഒബ്സർവേഷനിൽ വെച്ചുകൊണ്ട് അതിന് എല്ലാ സുരക്ഷിതത്വവും എല്ലാ ആരോഗ്യപരമായ എല്ലാ നിർദ്ദേശങ്ങളും കൈക്കൊണ്ടുകൊണ്ട് തന്നെയാണ് വനവകുപ്പിന്റെ നടപടി. ഉദാഹരണമായി അത് കൊണ്ടുവരുന്ന സ്ഥലത്ത് തീവ്രമായ ഉഷ്ണം കാരണം സ്കൂളുകൾ തന്നെ പല ദിവസങ്ങൾ 12-ാം തീയതിക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. സ്കൂളുകൾ ഉഷ്ണം കാരണം അത്യുഷ്ണം കാരണമായി അതുകൊണ്ട് തന്നെ ആനയെ കൊണ്ടുവരുന്ന വഴിയിലെല്ലാം പല സ്ഥലങ്ങളിലും നിർത്തി വാഹനത്തെ നിർത്തി ആനയെ പൂർണ്ണമായി ജലത്തിൽ കുളിപ്പിച്ച് പല സ്ഥലം കുളിപ്പിച്ച് അതിന്റെ ആരോഗ്യം പൂർണ്ണ നിരീക്ഷണം നടത്തിക്കൊണ്ട് തന്നെയാണ് തമിഴ്നാട് വന വകുപ്പിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളും. നാളെ കോടതിയുടെ ഉത്തരവ് വരുന്നതുവരെ പൂർണ്ണമായി അതിന്റെ എല്ലാ സുരക്ഷിതത്വവും ഉറപ്പാക്കി തന്നെയാണ് മുന്നോട്ടുള്ള നീക്കങ്ങൾ തമിഴ്നാട് വനവകുപ്പ് നടത്തി വരുന്നത്. ശരി സഞ്ജയൻ. പ്രിൻസ് ജെയിംസിലേക്ക്. പ്രിൻസ്, മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ് വരുന്നു. ഇന്ന് കാട്ടിലേക്ക് തുറന്നു വിടരുത്, നിരീക്ഷണത്തിലായിരിക്കണം. അത് നിർബന്ധമാണ്. വനംവകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഇന്നൊരു ദിവസം സംഭവിച്ചത് എന്താണ്? കൃഷ്ണരാജ്, തികച്ചും ഒരു കാര്യമാണ്. നിലവിൽ വളരെ ആനയെ പിടികൂടിയ ശേഷം കോടതി ഇടപെടലുണ്ടാകുന്നു. ആനയെ ഇന്ന് വനമേഖലയിലേക്ക് തുറന്നുവിടാൻ സാധിക്കില്ല എന്നൊരു നിലപാടിലേക്ക് വരുന്നു. നാളെ കോടതി ഹർജി പരിഗണിക്കുന്നത് വരെ
ആനയെ വനമേഖലയിലേക്ക് തുടരാൻ കടത്തിവിട്ടിരുന്ന നിർദ്ദേശപ്പെട്ടിരുന്നു. വലിയ നാടകീയ സംഭവങ്ങളാണ് അരിക്കൊമ്പന്റെ കാര്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് പുലർച്ചെ മുൻകൂട്ടിയൊന്നും നിശ്ചയിക്കാത്ത രീതിയിൽ തന്നെ ഇന്ന് പുലർച്ചെ അതിരാവിലെ 12:30 അരിക്കൊമ്പൻ ദൗത്യം ആരംഭിക്കുന്നത് മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല. ജനവാസ മേഖലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആനയെ മയക്കുപിടി പിടികൂടുമെന്ന് മാത്രമാണ് തമിഴ്നാട് വനം വകുപ്പ് അറിയിച്ചിരുന്നത്. അത്തരത്തിൽ ആന ജനവാസ മേഖല വിട്ട് ജനവാസ മേഖലയിലേക്ക് എത്തിയ സന്ദർഭത്തിൽ തന്നെ ആനയെ മയക്കുപിടി വെച്ച് പിടിക്കുകയും 4 മണിയോടെ ദൗത്യം ഈ കമ്പം മേഖലയിലെ തുഷാരംപട്ടിക്ക് സമീപത്ത് വെച്ച് ദൗത്യം പൂർത്തീകരിച്ച് ഇവിടെ നിന്ന് ആനിമൽ ആംബുലൻസിൽ കയറ്റി സഹായത്തോടെ ആനിമൽ ആംബുലൻസ് കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. ആദ്യം അറിയിച്ചിരുന്നത് മേഘമലയിലെ ഉൾവരത്ത് തുറന്നു വിടുമെന്നായിരുന്നു. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തമിഴ്നാട് അറിയിച്ചത്. എന്നാൽ ഈ യാത്രയിലിടയ്ക്ക് ഉടനീളം അതായത് തേനിയൊക്കെ കടന്നപ്പോഴും മേഘമലയിലേക്ക് തന്നെ എന്നാണ് കരുതിയത്. എന്നാൽ പിന്നീടാണ് അത് മേഘമലയിലേക്കല്ല തിരുനെൽവേലിയിലേക്കാണ് എന്ന് അറിയിപ്പുണ്ടായത്. അതും കൃത്യമായ ഒരു അറിയിപ്പ് നൽകില്ല. ഏത് വനമേഖലയിലേക്കാണെങ്കിലും തിരുനെൽവേലിയിലേക്കാണെന്നുള്ള സൂചനകൾ മാത്രമാണ് നൽകിയത്. ശേഷം തുടർന്ന് തിരുനെൽവേലിയിലേക്ക് അരിക്കൊമ്പനുമായി യാത്ര ചെയ്യുകയായിരുന്നു. പക്ഷേ പിന്നീട് നിലവിൽ മദ്രാസ് ഡിവിഷണൽ ബെഞ്ചിന്റെ വിധിയുടെ വന്ന സാഹചര്യത്തിൽ ആനയുടെ സുരക്ഷിതം ആനയെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും അതിൽ വലിയൊരു സംഘമുണ്ടെന്നും കൃത്യമായ സ്ഥലത്ത് ഉചിതമായ സ്ഥലത്ത് എത്തുമ്പോൾ മയക്കുപിടി വെക്കുമെന്നും ഒക്കെ നേരത്തെ തന്നെ തമിഴ്നാട് വനംവകുപ്പ് വ്യക്തമാക്കിയിരുന്നതാണ്. കൃത്യമായ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണോ ഇന്ന് ഈ മയക്കുപിടി വെച്ചതും ഈ എവിടെ കൊണ്ട് തുറന്നു വിടണമെന്ന കാര്യത്തിലൊക്കെ നേരത്തെ തന്നെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു? കൃഷ്ണരാജ്, തീർച്ചയായും കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി തമിഴ്നാട് വനം വകുപ്പ് അരിക്കൊമ്പനെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയാൽ ആനയെ മയക്കുപിടി വെക്കുമെന്ന് അവർ അറിയിച്ചിരുന്നു. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആന ഷൺമുഖ നദീ ജലാശയ തീരത്തോടുള്ള പ്രദേശത്തോടുള്ള വനമേഖലയിലായിരുന്നു കറങ്ങിയിരുന്നത്. എന്നാൽ ജനവാസ മേഖലയിലേക്ക് എത്തിയിരുന്നില്ല. സ്വമേധയാ ഉൾക്കാട്ടിലേക്ക് മടങ്ങുകയാണെങ്കിൽ ആനയെ മയക്കുപിടി വെച്ച് പിടികൂടില്ല എന്നുള്ളൊരു അറിയിപ്പായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തമിഴ്നാട് നൽകിയിരുന്നത്. എന്നാൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്, അതായത് ഈ ഷൺമുഖ നദി പരിസരത്തോടും കമ്പത്തോടും ഒക്കെ ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളുടെ കാർഷിക ഗ്രാമങ്ങളുടെ പ്രത്യേകതകളുണ്ട്. അതിരാവിലെ തന്നെ കർഷകർ എത്തുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ആന ഇവിടെ ജനവാസ മേഖലയിലേക്ക് കാർഷിക മേഖലയിലേക്ക് ഇറങ്ങിയാൽ ആക്രമണം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് മുൻകൂട്ടി കണ്ടാണ് ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങിയാൽ പിടികൂടാനുള്ള ഒരുക്കങ്ങൾ തമിഴ്നാട് ആരംഭിച്ചത്. 3 കുങ്കിയാനകളെ കഴിഞ്ഞ ആഴ്ച തന്നെ, അതായത് കമ്പത്ത് പട്ടണത്തിൽ അരിക്കൊമ്പൻ ഇറങ്ങിയതിന് തൊട്ടടുത്ത ദിവസം പുലർച്ചെ തന്നെ രാവിലെ തന്നെ 3 കുങ്കിയാനകളെ എത്തിച്ചിരുന്നു. അപ്പോൾ 200 പേരോളം അടങ്ങുന്ന സംഘം ഈ മേഖലയിൽ എത്തുകയും ക്യാമ്പ് ചെയ്യുകയും വിവിധ പ്രദേശങ്ങൾ നിരീക്ഷണം നടത്തുകയും ചെയ്തു. വെരി ഹൈ ഫ്രീക്വൻസി ആന്റിനെ ഉപയോഗിച്ച് അരിക്കൊമ്പനെ നിരീക്ഷിച്ചു. ഒപ്പം ആനയെ നിരീക്ഷിക്കുന്നതിനും പിടികൂടുന്നതിനും വിദഗ്ധ പരിശീലനം ലഭിച്ച 5 ആദിവാസി വാച്ചർമാരെയും. ശരി, അരിക്കൊമ്പനെ ഇന്ന് കാട്ടിൽ തുറന്നു വിടരുതെന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ്. വനംവകുപ്പിന് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകി. വാദം നാളെയും തുടരും. വിവരങ്ങൾ നൽകുകയായിരുന്നു സജ്ജയനും പ്രിൻസ് ജെയിംസ്. പരിസ്ഥിതി സ്നേഹം നടിക്കുന്നവർക്ക് അരിക്കൊമ്പൻ സംഭവം ഒരു പാഠമായി മാറുമെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ. അരിക്കൊമ്പനെ സംരക്ഷിക്കണമെന്ന നിലപാടായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റേത്. ആ നിലപാട് സമൂഹത്തിലെ ഒരു വിഭാഗം അംഗീകരിച്ചില്ലെന്നും വനം മന്ത്രി പറഞ്ഞു. വന്യമൃഗത്തെ, പ്രത്യേകിച്ചും അരിക്കൊമ്പനെ സംരക്ഷിക്കണമെന്നതായിരുന്നു ഞങ്ങളുടെ നിലപാട്. പക്ഷേ ആ നിലപാടിനെ സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകൾ അംഗീകരിച്ചില്ല. അവർ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചു. കോടതി ഗവൺമെന്റിന്റെ തീരുമാനം ശരിയല്ല എന്ന് പറയുക മാത്രമല്ല, ഇത്തരത്തിൽ ചെയ്യണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. ആ പശ്ചാത്തലത്തിലാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചെന്താണ്? ഉൾവനത്തിലേക്ക് വിട്ടാലും കാട്ടാന, പ്രത്യേകിച്ചും അരിക്കൊമ്പൻ, ജനവാസ മേഖലയിലേക്ക് തിരിച്ചെത്തുമെന്നിപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. വന്യജീവി സ്നേഹം നടിക്കുന്നവർക്കും മനുഷ്യസ്നേഹം നടിക്കുന്നവർക്കും ഈ സംഭവവികാസങ്ങൾ ഒരു പാഠമായി മാറണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കോൺഗ്രസ് പുനഃസംഘടനയിൽ കലാപക്കൊടി. എ ഗ്രൂപ്പാണ് കലാപക്കൊടി ഉയർത്തി രംഗത്തെത്തിയത്. നേതൃത്വത്തിനെതിരെ പരസ്യമായി എ ഗ്രൂപ്പ് നേതാവ് ബെന്നി ബെഹന്നാൻ പ്രതികരിച്ചു. കോൺഗ്രസിലെ ഐക്യശ്രമങ്ങൾക്കെതിരാണ് പുനഃസംഘടനയെന്നാണ് വിമർശനം. ഓരോരുത്തരെ അടർത്തിയെടുത്ത് ചിലർ സ്വന്തം ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുവെന്നും ബെന്നി തുറന്നടിച്ചു. പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ പഴയ ഗ്രൂപ്പ് സജീവമാക്കുമെന്നാണ് മുന്നറിയിപ്പ്. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരും. അതിനു മുൻപ് ബെന്നി ബെഹന്നാന്റെ വാക്കുകളിലേക്ക്. ഞാൻ അംഗീകരിക്കാന്നുള്ളല്ലോ പറഞ്ഞത്. ഈ പട്ടികയിൽ ഞങ്ങൾക്കുള്ള ഒരു ദുഃഖം ഞാൻ പറയുന്നു. ഈ പട്ടിക പുറത്തു വന്നപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെടുത്തി. ഈ പട്ടിക കൊണ്ട് ഉണ്ടായിരിക്കുന്നത് എന്താ? കേരളത്തിലെ കോൺഗ്രസിൽ രൂപപ്പെട്ടു വന്ന ഐക്യശ്രമങ്ങൾക്ക് ഈ പട്ടികയുടെ പ്രഖ്യാപനത്തോടുകൂടി മങ്ങലേറ്റിരിക്കുന്നു. ഞങ്ങളിൽ വിശ്വാസമില്ലാത്ത ഈ നേതൃത്വത്തിനോട് എന്ത് സമീപനം വേണമെന്നതിനെക്കുറിച്ച് ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിക്കും. ഒരു ആലോചനയോട് ഞങ്ങൾ തീരുമാനമെടുക്കും. പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാനാണ് ശ്രമമെങ്കിൽ
പഴയ ഗ്രൂപ്പ് വീണ്ടും സജീവമാവും. പഴയ ഗ്രൂപ്പ് പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാനാണെങ്കിൽ ഞങ്ങളാരും ഞങ്ങൾ എത്രയോ വാർത്താമാധ്യമങ്ങൾ ഞങ്ങൾ നടത്തിയതാണ്. ഞങ്ങളുടെ ഒന്നും ഇന്ന് വരെ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനം നിങ്ങളിവിടെ സംസാരിക്കാൻ വന്നിട്ടില്ല. പക്ഷേ നിലവിലുള്ള ഗ്രൂപ്പുകളെ ഇല്ലാതാക്കി പുതിയ ഗ്രൂപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നതെങ്കിൽ സ്വാഭാവികമായും എവരി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അതുണ്ടായിരിക്കും. ഉമ്മൻചാണ്ടിയുടെ മനസ്സറിയേണ്ട ഉത്തരവാദിത്തം തീരുമാനമെടുക്കുന്നതിന് നേതാക്കന്മാർക്കുണ്ടായിരുന്നു. അത്രയും പറഞ്ഞ് നിർത്തുന്നു. ഉമ്മൻചാണ്ടിയെപ്പോലുള്ള ഒരാളുടെ മനസ്സറിയേണ്ട ഉത്തരവാദിത്തമാർക്കാ? മണ്ഡലം പ്രസിഡന്റ് അല്ല, ഞങ്ങൾക്കല്ല. തീരുമാനമെടുക്കേണ്ട ആളുകൾക്ക് ആ മനസ്സറിയാൻ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. ആ ഉത്തരവാദിത്തം അവർ നിറവേറ്റിയിട്ടില്ലെങ്കിൽ, ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഇല്ലെങ്കിൽ വലിയ തെറ്റല്ലേ അത്? ഒരു സംശയമുണ്ടോ കാര്യത്തിൽ? സുവി വിശ്വനാഥനിലേക്ക്. സുവി, അടുത്തിടെയായി ഇങ്ങനെ രൂക്ഷമായ ആരും നേതൃത്വത്തിനെതിരെ കോൺഗ്രസിൽ പ്രതികരിച്ചിട്ടില്ല. ചില വിവാദങ്ങളൊക്കെ ഉയരാറുണ്ടെങ്കിൽ പോലും ബെന്നി ബെഹനാൻ ആഞ്ഞടിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് നേരെ. ദുഃഖമുണ്ട്, അത്ഭുതപ്പെടുത്തി, പക്ഷേ അംഗീകരിക്കാതിരിക്കുന്നില്ല. ഉമ്മൻചാണ്ടിയുടെയെങ്കിലും മനസ്സറിയാൻ നേതൃത്വം ശ്രമിക്കണമായിരുന്നു എന്നാണ് പറയുന്നത്. വീണ്ടും കുഴപ്പങ്ങളോ കോൺഗ്രസിൽ? കൃഷ്ണരാജ്, രൂക്ഷമായ വിമർശനമാണ് ബെന്നി ബെഹനാൻ നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. കോൺഗ്രസിലെ ഐക്യശ്രമങ്ങൾക്കെതിരാണ് ബ്ലോക്ക് ഭാരവാഹി പുനഃസംഘടന എന്നാണ് അദ്ദേഹം പറയുന്നത്. അർദ്ധരാത്രി വാട്സപ്പിലൂടെ നടത്തിയ പുനഃസംഘടന ഒരു ജനാധിപത്യ പാർട്ടിക്ക് യോജിച്ചതല്ല. തങ്ങളോടുകൂടി ആലോചിച്ച്, അതായത് കോൺഗ്രസിലെ മറ്റ് മുതിർന്ന നേതാക്കളുമായി കൂടി ആലോചിച്ചതിനു ശേഷമേ പട്ടിക പ്രസിദ്ധീകരിക്കുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. AICC ഇത്തരത്തിൽ വാക്ക് നൽകിയിരുന്നു. എന്നാൽ അത് പാലിക്കാൻ നിലവിലെ നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നൊരു രൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഓരോരുത്തരെ അടർത്തിയെടുത്ത് ചിലർ സ്വന്തം ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ്. ഞങ്ങളെ വിശ്വാസമില്ലാത്തവരുമായി എങ്ങനെ സഹകരിക്കണം എന്നുകൂടെ ബെന്നി ബെഹനാൻ ചോദിച്ചു. ഒപ്പം സുധാകരനുമായി, KPCC പ്രസിഡന്റുമായി ഇനി കണ്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല, അത് നേരത്തെ വേണ്ടതായിരുന്നു, ആരും തന്നെ ചോദിച്ചില്ല എന്ന ഒരു വിമർശനവും ബെന്നി ബെഹനാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. കരുണാകരന്റെയും AK ആന്റണിയുടെയും കാലത്ത് നേരത്തെ കൂടിയാലോചനകളിലൂടെയാണ് തീരുമാനം എടുത്തിരുന്നത്. KPCC പ്രസിഡന്റിനെ കൂടിയാലോചനകളിലൂടെയാണ് ഈ തീരുമാനം എടുത്തിരുന്നത്. ഇവർ ആന്റണിയും കരുണാകരനുമല്ലല്ലോ എന്നും ബെന്നി ബെഹനാൻ പറഞ്ഞു. ഏതായാലും പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാനാണ് തീരുമാനമെങ്കിൽ പഴയ ഗ്രൂപ്പ് സജീവമാക്കുമെന്നും ബെന്നി ബെഹനാൻ പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ മനസ്സറിയേണ്ട ഉത്തരവാദിത്വം നേതൃത്വത്തിനുണ്ടായിരുന്നു, അത് അവർ പാലിച്ചോ എന്ന് തങ്ങൾക്ക് അറിയില്ല എന്നാണ് ബെന്നി ബെഹനാൻ പറയുന്നത്. ഏതായാലും മുതിർന്ന നേതാക്കളുടെ ഒരു യോഗം വിളിക്കും, അതിനുശേഷം AICCക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകും എന്നും ബെന്നി ബെഹനാൻ പറഞ്ഞു. ഏതായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം, കൃഷ്ണരാജ് പറഞ്ഞതുപോലെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കോൺഗ്രസിൽ വീണ്ടും ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കലാപക്കൊടി ഉയരുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പരസ്യ വിമർശനവുമായി ബെന്നി ബെഹനാൻ രംഗത്തെത്തി. പഴയ ഗ്രൂപ്പ് സജീവമാക്കും, നിങ്ങൾ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ എന്ന മുന്നറിയിപ്പ് നൽകുന്നു ബെന്നി ബെഹനാൻ. വിവരങ്ങൾ നൽകുകയായിരുന്നു സുവി വിശ്വനാഥൻ. കൊച്ചി നഗരത്തിൽ അർദ്ധരാത്രി യുവാവിന്റെ പരാക്രമം. താർ ജീപ്പിൽ യാത്ര ചെയ്ത യുവാവ് സ്കൂട്ടർ ഇടിച്ചു തെറിപ്പിച്ചു. കാക്കനാട് സ്വദേശി ആശിഷ് തോമസ് അറസ്റ്റിലായി. നാട്ടുകാരെയും പോലീസിനെയും അസഭ്യം പറഞ്ഞു. നായയെ കാട്ടിയും ഭീഷണിപ്പെടുത്തി. യുവാവിന്റെ പക്കൽ നിന്ന് കഞ്ചാവ് പിടികൂടി. ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. Education, school, പഠിക്കണം, ഇംഗ്ലീഷ്, കാശ് സമ്പാദിക്കുന്നത് മലയാളമല്ല, ഇംഗ്ലീഷാണ്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ഒപ്പം ചേർന്നു. അനീഷ്, എന്താണ് ഉണ്ടായത്? ഇന്നലെ രാത്രി ഏതാണ്ട് 11 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. ഇയാൾ താർ ജീപ്പിൽ പാലാരിവട്ടം ഭാഗത്തുകൂടി സഞ്ചരിക്കുകയായിരുന്നു. ഈ സമയത്താണ് തൊട്ടു മുമ്പിൽ സഞ്ചരിച്ച സ്കൂട്ടറിന്റെ പിന്നിൽ ഈ ജീപ്പ് ഇടിച്ചത്. ഇതേ തുടർന്ന് ഈ സ്കൂട്ടറിന്റെ ഉടമ കാര്യങ്ങൾ ചോദിക്കുന്നതിനായി വാഹനം വശത്തൊതുക്കിയ ശേഷം ഈ ജീപ്പിനടുത്തേക്ക് വരികയായിരുന്നു. ഈ സമയം ഈ വാഹന ഉടമയ്ക്കെതിരെ ഇയാൾ തട്ടിക്കയറി. തുടർന്ന് അടുത്തു വന്ന മറ്റ് നാട്ടുകാരടുത്തുകൂടിയും അവർക്കെതിരെയും തട്ടിക്കയറുകയും ജീപ്പിൽ നിന്ന് വെള്ളം തെറിപ്പിക്കുന്നതിനുള്ള നീക്കം അടക്കം നടത്തുകയും ചെയ്തു. ഇതേ തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു നാട്ടുകാർ. ഇതേ തുടർന്ന് പാലാരിവട്ടം പോലീസ് സ്ഥലത്തെത്തിയപ്പോഴും ഇതേ രീതിയിൽ തന്നെ പോലീസുകാരോടും ഇയാൾ തട്ടിക്കയറി. ഒപ്പം വാഹനത്തിന് ഉള്ളിൽ ഉണ്ടായിരുന്ന വളർത്തുനായയെ ഈ പോലീസിനും നാട്ടുകാർക്കെതിരെ അഴിച്ചുവിടുന്നതിനുള്ള
തടയാനുള്ള നീക്കം നടത്തുകയും ചെയ്യുന്നു. തുടർന്ന് പോലീസ് ഈ നേരിയ കയ്യേറ്റത്തിനിടയിൽ ഇയാളെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാളുടെ പാൻസിന്റെ കീശയിൽ നിന്നും കഞ്ചാവ് പൊതി കണ്ടെടുത്തത്. പിന്നീട് ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് അടക്കം വിധേയമാക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. എന്തായാലും മയക്കുമരുന്ന് കൈവശം വെച്ചതടക്കമുള്ള കുറ്റങ്ങൾ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ വലിയ നാടകീയ രംഗങ്ങൾക്കാണ് ഇന്നലെ പാലാരിവട്ടം സാക്ഷ്യം വഹിക്കുകയും ചെയ്തത്. കൃഷ്ണരാജ്. കൊച്ചിയിൽ യുവാവിന്റെ പരാക്രമം. വിവരങ്ങൾ നൽകുകയായിരുന്നു MS അനീഷ് കുമാർ. കോട്ടയം കാഞ്ഞിരപ്പള്ളി അമൽ ജ്യോതി കോളേജിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ. വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. 2ാം വർഷ ഫുഡ് ടെക്നോളജി ബിരുദ വിദ്യാർത്ഥിനി ശ്രദ്ധയെ വെള്ളിയാഴ്ച രാത്രി കോളേജ് ഹോസ്റ്റലിലെ ഫാനിൽ തൂങ്ങിയ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മാനേജ്മെന്റിനെതിരെ വിദ്യാർത്ഥികൾ രംഗത്തെത്തി. അറിയാം അവൾ എത്ര ബോൾഡ് ആയിരുന്നു. ഒരു നിസാര ഫോൺ പിടിച്ച കേസിൽ അവള് എന്താ പറയുക, ഈ സൂയിസൈഡ് ഒന്നും ചെയ്യാൻ നിൽക്കില്ല. എന്തോ അതിന് തക്കതായ റീസൺ കോളേജിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. അതിനുശേഷമാണ് അവള് HOD റൂമിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷമാണ് അവള് ചാവെന്ന് പറഞ്ഞു പോയത്. ഇത് ഞങ്ങൾ ഇന്ന് രാവിലെ ഞങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് ചാവെന്ന് പറഞ്ഞ് പോയൊരു കൊച്ച് ഞങ്ങൾ എന്താ ഒറ്റക്കിട്ട് അവളെ ഒറ്റക്കിട്ട് പോയത്. ഞങ്ങൾ സംഭവമൊന്നുമല്ല, ഇത് ആദ്യത്തെ സംഭവമല്ല. ഇതിന് മുന്നേ ഒത്തിരി പേരെ ബെഞ്ചിൽ ഹറാസ് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ 2 കംപ്ലൈന്റ് മാനേജറിന് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഒരു ആക്ഷൻ പോലും എടുത്തിട്ടില്ല. ഈ പറയുന്ന മായ സിസ്റ്റർ, ഹോസ്റ്റലിലെ മായ സിസ്റ്റർ, അവര് ഓരോ കുട്ടിയെ എന്തുമാത്രം മെന്റലി ഹറാസ് ചെയ്യുന്നത് ഞങ്ങൾക്കറിയാം. അത് മാത്രമല്ല ഇവിടെ കോളേജിൽ ഇതുവരെ ഒരു ആൻസർ ഇവർ തന്നിട്ടില്ല. 2 മിനിറ്റ് ലേറ്റ് ആയി കഴിഞ്ഞാൽ അപ്പോളജി അവർക്ക് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ആൻസർ തരാൻ പറ്റാത്തത്? എന്തുകൊണ്ട് അവർക്ക് ധൈര്യം വരുന്നില്ല? അവള് തൂങ്ങി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയി പറഞ്ഞത് അവള് കൊഴഞ്ഞ് വീഴല്. എന്നിട്ട് അതിനുള്ള ഫസ്റ്റ് എയ്ഡ് ആണ് അവർക്ക് കൊടുത്തത്. അല്ലാതെ ആദ്യം അവര് സൂയിസൈഡ് ചെയ്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ചിലപ്പോ അവള് നമ്മുടെ കൂടെ ഉണ്ടാവുകയും. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വിവരം ശ്രദ്ധയെ ആശുപത്രിയിൽ എത്തിച്ച അധ്യാപകർ മറച്ചുവെച്ചുവെന്ന് ദൃക്സാക്ഷി വെളിപ്പെടുത്തി. കുഴഞ്ഞു വീണു എന്ന് പറഞ്ഞാണ് ശ്രദ്ധയെ ആശുപത്രിയിൽ എത്തിച്ചത്. നമ്മുടെ കൂട്ടുകാരനെ ബൈക്ക് ആക്സിഡന്റ് ആയിട്ട് കൊണ്ടിരുന്നു. അപ്പോൾ കാഷ്വാലിറ്റിയുടെ തൊട്ടപ്പുറത്ത് മറ്റേ എമർജൻസി മെഡിസിൻ റൂമിലേക്ക് അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ബൈസ്റ്റാൻഡറായിട്ട് അവൻ്റെ കൂടെ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഈ കുട്ടീനെ സ്ട്രക്ചറിൽ കൊണ്ടുവരുന്ന ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ എന്നാ പറ്റി മോളെ എന്ന് പറഞ്ഞ് മുഖത്തേക്ക് തട്ടുകയൊക്കെ ചെയ്യുന്നു. അപ്പം നോർമലായിട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുമ്പോൾ ഡോക്ടേഴ്സ് അങ്ങനെയല്ല ചെയ്യുന്നത്. അപ്പോൾ കൂടെ വന്ന ഒരു സിസ്റ്ററും ഒരു ലേഡിയും ഉണ്ടായിരുന്നു. അവരോട് ചോദിച്ചു എന്ത് പറ്റിയാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിന്ന് എപ്പി കുഴഞ്ഞു വീണ, ബോധം കെട്ട് വീണാന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമതും ഡോക്ടേഴ്സ് ഒന്നും അവിടെ പരിശോധിച്ച് പൾസും കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാന്ന് തോന്നുന്നു. കർട്ടൻ ഇട്ടിരുന്നു, അതുകൊണ്ട് വ്യക്തമല്ല, കുറച്ചൊക്കെ കണ്ടുള്ളൂ ഞാൻ. അപ്പോൾ ചോദിച്ചപ്പോഴത്തേനും അവർ പറഞ്ഞു, പിന്നെയും ചോദിച്ചു, ഈ സിസ്റ്ററിനോട് ചോദിച്ചു എന്ത് പറ്റിയാന്ന് ചോദിച്ചപ്പോൾ സിസ്റ്റർ ഫോൺ ചെയ്ത് അങ്ങോട്ട് പോയി. കൂടെ ഒരു ലേഡി ഉണ്ടായിരുന്നു, ഈ ഹോസ്റ്റലിൽ നിന്ന് വന്ന സ്റ്റാഫായിരിക്കും, എനിക്കറിയില്ല. അവരോട് ചോദിച്ചു എന്ത് പറ്റിയാന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എങ്ങനെയെങ്കിലും മോളെ ഒന്ന് രക്ഷപ്പെടുത്തണമെന്നാണ് ഡോക്ടേഴ്സിനോട് അവർ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞങ്ങളെ വെളിയിലോട്ട് ഇറക്കി വിടുകയും ചെയ്തു. അവിടുത്തെ സ്റ്റാഫ് വന്ന് എന്നെയും എന്റെ കൂടെ ഉണ്ടായിരുന്ന പേഷ്യന്റിനെയും വെളിയിലോട്ട് അവർ ഇറക്കി വിടുകയും ചെയ്തു. അതേസമയം ഫൈസലിന്റെ ആരോപണം തള്ളി കോളേജ് മാനേജ്മെന്റ് രംഗത്ത് വന്നു. വിദ്യാർത്ഥിനി കുഴഞ്ഞു വീണുവെന്ന് പറഞ്ഞിട്ടില്ലെന്നും ആത്മഹത്യാശ്രമത്തെക്കുറിച്ച് SP അറിയിച്ചിരുന്നുവെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി. ഞാനിവിടുന്ന് നീങ്ങിയപ്പോൾ തന്നെ CA വിളിച്ചു പറഞ്ഞു ആശുപത്രിക്ക് കൊണ്ടുപോയിട്ടുണ്ട്, ഇങ്ങനെ സംഭവിച്ചു. CA പറഞ്ഞു ഉടനെ തന്നെ ഞാൻ അങ്ങോട്ട് പോലീസിനെ വിടാം. കഴിഞ്ഞൊരു 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഞാൻ വിളിച്ചു. കാരണം അങ്ങോട്ട് പോയില്ല, നമ്മുടെ കുന്നഭാഗത്തിന് പോകാതെ 26 കയറ്റി എന്നുള്ള കാര്യം വിളിച്ചു പറഞ്ഞു. അവിടെ ചെന്ന് നമ്മൾ ഡോക്ടറോടും പറയേണ്ടവരും PR-ഓടും CAയോടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പോലീസിനോടും പറഞ്ഞു. നമുക്കല്ലാതെ നാട്ടിലുള്ളവരോട് ഈ കൊച്ചിനിങ്ങനെ സംഭവിച്ചെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അമൽ ജ്യോതി കോളേജിലേക്ക് SFI പ്രതിഷേധ മാർച്ച് നടത്തി. ഗേറ്റ് തള്ളി തുറക്കാൻ ശ്രമിച്ച പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ലാത്തി വീശി. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുമായി കോളേജ് മാനേജ്മെന്റ് ചർച്ച നടത്തുകയാണ്. വിവരങ്ങളുമായി G ശ്രീജിത്ത് ഒപ്പം ചേരുന്നു. ശ്രീജിത്ത്, ഈ ചർച്ചയിൽ സഹപാഠികൾ അങ്ങനെയാണോ പങ്കെടുക്കുന്നതോ വിദ്യാർത്ഥി സംഘടനകളാണോ? ഏതായാലും എന്താണ് വിദ്യാർത്ഥികളുടെ ആവശ്യം? കൃഷ്ണരാജ്, ഈ കോളേജിലെ വിദ്യാർത്ഥികൾ തന്നെയാണ്, വിദ്യാർത്ഥികളുടെ പ്രതിനിധികൾ തന്നെയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ ആരും തന്നെ ഇല്ല. അവർ SFI സമരം നടത്തി അവർ മടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ കോളേജിനെതിരെ രാവിലെ തന്നെ വിവിധ അധ്യാപകർക്കെതിരെ അടക്കം ഗുരുതരമായ ആരോപണങ്ങളാണ് വിദ്യാർത്ഥികൾ ഉന്നയിച്ചത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ ഉന്നയിച്ചത്.
ഈ ശ്രദ്ധയുടെ മരണവുമായി ബന്ധപ്പെട്ടും വലിയ പരാതികളും ഒക്കെ അനാസ്ഥയും ഒക്കെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ഇന്ന് ഈ SFIയുടെ സമരം ഉണ്ടാകുന്നത്. അതിനുശേഷം വീണ്ടും മാനേജറുടെ ഓഫീസിൽ മുന്നിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. ഇതിന് പിന്നാലെയാണ് മാനേജർ മാത്യു പായിക്കാട്ടുമായി വിദ്യാർത്ഥികൾ ചർച്ച നടത്തുന്നത്. വിദ്യാർത്ഥികളെ ചർച്ചയ്ക്ക് ക്ഷണിക്കുകയായിരുന്നു. അദ്ദേഹം പറയുന്നത് ഇതിൽ കോളേജിനും എന്തുകൊണ്ട് മരിച്ചു എന്നതിൽ വ്യക്തതയില്ല, ആത്മഹത്യ ചെയ്തു എന്നതിൽ വ്യക്തതയില്ല. ഒരു മാസത്തോളം ഈ കുട്ടി രക്ഷിതാക്കൾക്കൊപ്പമായിരുന്നു. അതിനുശേഷം എത്തിയതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ആത്മഹത്യ ചെയ്തത്. മാത്രമല്ല പോലീസിൽ ആദ്യം 5 മിനിറ്റിൽ തന്നെ ഈ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു ആത്മഹത്യാ ശ്രമം ഉണ്ടായി എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി വരുന്ന പ്രചരണങ്ങളെല്ലാം കള്ളമാണ് എന്നാണ് മാനേജ്മെന്റ് പ്രതികരിക്കുന്നത്. എന്തായാലും ഇരു വിദ്യാർത്ഥികളുമായി കോളേജ് മാനേജ്മെന്റ് പ്രതിനിധികൾ ചർച്ച നടത്തുകയാണ്. ഈ ആരോപണ വിജയനായ HOD അനൂപ് ഉൾപ്പെടെയുള്ളവരും ഈ ചർച്ചയുടെ ഭാഗമാണ്. വിവിധ അധ്യാപകരുടെ വലിയൊരു സംഘവും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും വൈകാതെ ഇതിലൊരു തീരുമാനമുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൃഷ്ണരാജ്. കോട്ടയം കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി കോളേജിൽ പ്രതിഷേധം ശക്തമാകുന്നു. വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയെ തുടർന്ന് ഇപ്പോൾ വിദ്യാർത്ഥികളുമായി കോളേജ് മാനേജ്മെന്റ് ചർച്ച നടത്തുകയാണ്. വിവരങ്ങളാണ് ജി ശ്രീജിത്ത് നൽകിയത്. ഇവരിടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. വളരെ മാതൃകാപരമായ ഒരു ക്യാമ്പയിനാണ് ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5-ന് ന്യൂസ് 18 പച്ചക്കുട ക്യാമ്പയിന്റെ ഭാഗമായി ഏറ്റെടുത്തിട്ടുള്ളത്. മരങ്ങൾ മുറിക്കരുത്, ചെടി നടണം, വീട്ടിൽ കുഞ്ഞു കുഞ്ഞു കൃഷി ചെയ്യണം. ചെയ്യുവോ? കണക്ഷൻ നൽകിയിട്ടുള്ളത് 2105 വീടുകൾക്കാണ്. ഫോൺ കണക്ഷൻ നൽകിയിട്ടുള്ള ഓഫീസുകളിലും വീടുകളിലുമെല്ലാം ഇതിനോടകം തന്നെ ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാണ്. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഫോണിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇന്നിവിടെ നടത്തുന്നത്. കേരളത്തിലെ എല്ലാ വീടുകളിലും സർക്കാർ ഓഫീസുകളിലും എത്രയും വേഗം തന്നെ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയും ഇന്റർനെറ്റ് സേവനങ്ങളും ലഭ്യമാക്കുമെന്ന് ഉറപ്പു നൽകാൻ ഈ അവസരം ഉപയോഗിക്കുക. നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമുക്കറിയാം. ലോകത്ത് ഏറ്റവും അധികം ഇന്റർനെറ്റ് ഷട്ട് ഡൗണുകൾ നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 700-ലധികം ഇന്റർനെറ്റ് ഷട്ട് ഡൗണുകളാണ് ഇന്ത്യയിലുണ്ടായിട്ടുള്ളത്. അങ്ങനെയുള്ള രാജ്യത്താണ് എല്ലാവർക്കും ഇന്റർനെറ്റ് ലഭ്യമാക്കി സംസ്ഥാന സർക്കാർ ഇവിടെ സവിശേഷമായ രീതിയിൽ ഇടപെടുന്നത്. ആ നിലക്ക് സർക്കാരിൻ്റെ, നമ്മുടെ നാടിൻ്റെ ജനകീയ ബദൽ നയങ്ങളുടെ മറ്റൊരു ഉദാഹരണമായാണ് ഈ ഫോൺ പദ്ധതി മാറുന്നത്. കോവിഡാനന്തര ഘട്ടത്തോടുകൂടി ഒരു പുതിയ തൊഴിൽ സംസ്കാരമാണ് നമ്മുടെ സംസ്ഥാനത്ത് രൂപപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി വർക്ക് ഫ്രം ഹോം, വർക്ക് നിയർ ഹോം, ഇങ്ങനെയെല്ലാമുള്ള പ്രവൃത്തി രീതികൾ വർദ്ധമാനമായ തോതിൽ നിലവിൽ വരികയാണ്. അവയുടെ പ്രയോജനം കൃത്യമായി ലഭിക്കണമെങ്കിൽ, നമ്മുടെ ചെറുപ്പക്കാർക്ക് ലഭിക്കണമെങ്കിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ നാട്ടിലെല്ലായിടത്തും ഉണ്ടാവണം. അതിനുള്ള ഉപാധിയാണ് ഫോൺ പദ്ധതി. പക്ഷേ ഫോൺ കോവിഡ് കണ്ടു തുടങ്ങിയതല്ല, അതിനു മുൻപ് തന്നെ നമ്മൾ ആരംഭിച്ചതാണ്. കോവിഡാണ് ഈ പറയുന്ന വർക്ക് ഫ്രം ഹോമും വർക്ക് നിയർ ഹോമും എന്നൊക്കെയുള്ള ഒരു സംസ്കാരം ഉയർത്തിക്കൊണ്ടുവന്നത്. അതിനിത് വലിയ തോതിൽ ഉപകരിക്കും. നമ്മുടെ
നാട് മികച്ച വാസസ്ഥലമായി കണക്കാക്കി ഇവിടത്തേക്ക് വരുന്ന ടൂറിസ്റ്റുകളിൽ പലരും ടൂറിസ്റ്റുകൾ വന്നു പോവുക എന്താണല്ലോ, എന്നാൽ ഇവിടെ തന്നെ താമസിക്കാനും ജോലി ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ട്. ആ ചിന്താഗതിയുള്ളവരെ കൂടി ആകർഷിച്ചുകൊണ്ട് കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയിൽ വലിയ ചലനമുണ്ടാക്കാൻ കെ-ഫോണിലൂടെ നമുക്ക് കഴിയും. ഇപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ചിലർ വന്ന് ദിവസങ്ങളോളം താമസിച്ച് അവരുടെ ഓഫീസിൽ നിന്ന് ചെയ്യേണ്ട വർക്ക് ഇവിടെ നിർവഹിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ പ്രകൃതി ഭംഗി അവർക്ക് ആസ്വദിക്കുകയും ചെയ്യാം, ജോലി അവർ ഒരു തടസ്സവുമില്ലാതെ തുടരുകയും ചെയ്യുന്നു. ഇതേസമയം നമ്മുടെ മലയോര പ്രദേശങ്ങൾ, ഇപ്പോൾ ഇടമലക്കുടി പോലെയുള്ള സ്ഥലങ്ങൾ, അവിടെയൊക്കെ കണക്ടിവിറ്റി ഉറപ്പാക്കുകയാണ്. അതായത് ആരും കേരളത്തിൽ പിന്തള്ളപ്പെട്ടു പോകുന്നില്ല, എല്ലാവരും ഈയൊരു റിയൽ കേരള സ്റ്റോറിയുടെ ഭാഗമാകുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ്. ലോകം മാറുകയാണ്. അപ്പോൾ മാറുന്ന ലോകത്തിനൊപ്പം മുന്നോട്ട് കുതിക്കാൻ സാർവത്രികമായ ഇന്റർനെറ്റ് സൗകര്യം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ വിജ്ഞാന സമ്പദ്ഘടനയായും നൂതനത്വ സമൂഹമായും കേരളത്തെ പരിവർത്തിപ്പിക്കാനുള്ള അടിസ്ഥാന സൗകര്യമാണ് കെ-ഫോണിലൂടെ നാം ഒരുക്കുന്നത്. ഇതിലൂടെ കേരളത്തെ ആകെ ഗ്ലോബൽ ഇൻഫർമേഷൻ ഹൈവേയുമായി നാം ബന്ധിപ്പിക്കുകയാണ്. അങ്ങനെ ആഗോളമാനങ്ങളുള്ള നവകേരള നിർമ്മിതിക്ക് അടിത്തറയൊരുങ്ങുന്നു എന്നുകൂടി നാം കാണണം. ഇവിടെ നേരത്തെ ജനകീയ ബദൽ എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മുടെ ടെലികോം മേഖലയിലെ കോർപ്പറേറ്റ് ശക്തികളുണ്ട്. ഇതിനുള്ള ഒരു ബദൽ, ജനകീയ ബദൽ മാതൃകയാണ് കെ-ഫോൺ പദ്ധതി. സ്വകാര്യ മേഖലയിലെ കേബിൾ ശൃംഖലകളുടെയും മൊബൈൽ സേവനദാതാക്കളുടെയും ചൂഷണത്തിൽ നിന്ന് ജനങ്ങൾക്ക് മോചനം നൽകണമെന്ന ദൃഢനിശ്ചയത്തോടെ തന്നെയാണ് കെ-ഫോൺ പദ്ധതിക്ക് തുടക്കമിട്ടത്. അപ്പോൾ മറ്റ് സർവീസ് പ്രൊവൈഡർമാർ നൽകുന്നതിനെ അപേക്ഷിച്ച് കുറഞ്ഞ നിരക്കിലാവും കെ-ഫോൺ സേവനങ്ങൾ ലഭ്യമാക്കുക എന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. കേരളത്തിലെല്ലായിടവും നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഉയർന്ന സ്പീഡിലും ഒരേ ഗുണനിലവാരത്തിലും കെ-ഫോണിൻ്റെ സേവനങ്ങൾ ലഭ്യമാക്കാനും കഴിയും. ഒരു ചോദ്യം വലിയ തോതിൽ ഉയർന്നു വന്നിരുന്നു. അതായത് ഈ മേഖലയിൽ പ്രഗത്ഭരായ സ്വകാര്യ കമ്പനികളുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് ഇത്തരമൊരു പദ്ധതി സർക്കാർ നടപ്പാക്കുന്നത്? ആ ഒരു ചോദ്യം ചിലർ ഉന്നയിച്ചു എന്നത് നാം മറക്കരുത്. ആ ചോദ്യത്തിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ താല്പര്യം എന്താണ്? പൊതുമേഖലയിൽ ഒന്നും വേണ്ട, എല്ലാം സ്വകാര്യ മേഖലയിലാവാം. അത്തരത്തിലുള്ള കുത്തകവാദത്തിൻ്റെ മൂലധന ശൈലിയിൽ കാര്യങ്ങൾ നിർവഹിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നവർ ഇത്തരത്തിലൊരു ചോദ്യം ചോദിച്ചില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതായിട്ടുള്ളൂ. അവർക്ക് എളുപ്പം കേരളത്തിൻ്റെ ബദൽ മനസ്സിലാകില്ല. അതേ ആളുകൾ തന്നെയാണ് ഇതിനെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം,
ദിവാസ്വപ്നം എന്നൊക്കെ വിളിച്ചുകൊണ്ട് കേരളത്തിലെ കിഫ്ബിയെ ആക്ഷേപിച്ചിരുന്നത്. ഇവിടെ പറഞ്ഞു ആ കിഫ്ബിയിലൂടെ ഏതു തരത്തിൽ കെ ഫോണിന് ഉപകാരം വന്നു എന്നുള്ളത്. നമ്മുടെ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് 80,000 കോടി രൂപയുടെ പദ്ധതികളാണ് കിഫ്ബിയിലൂടെ ഈ 7 വർഷക്കാലം കൊണ്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ കെ ഫോൺ പദ്ധതി നടപ്പാക്കുന്നതിനും വിഭവ സമാഹരണം കിഫ്ബിയിലൂടെ തന്നെയാണ് നടത്തിയത്. വികസന പ്രവർത്തനങ്ങളുടെ ഗുണം കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളിലും മേഖലകളിലും മുഴുവൻ പ്രദേശങ്ങളിലും എത്തിക്കാൻ കിഫ്ബിയിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. എവിടെ ചെന്നാലും ആ മാറ്റം കാണാൻ നമുക്കാകും. പക്ഷേ അത്തരം മാറ്റങ്ങൾ വന്നുകൂടാ എന്ന് ചിന്തിക്കുന്ന വളരെ ഇടുങ്ങിയ മനസ്സിൻ്റെതായ ഉടമകൾ ചിലർ നമ്മുടെ നാട്ടിലുണ്ട്. അവരാണ് കിഫ്ബി തകർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവരെ എങ്ങനെ കാണണമെന്ന് ജനങ്ങൾ തന്നെ ചിന്തിക്കേണ്ടതാണ്. ഇപ്പോൾ കെ ഫോൺ പദ്ധതി നാടിനാകെ ഗുണകരമാകുന്ന വിധത്തിലാണ് നടപ്പാക്കുന്നത്. ഒരു പ്രശ്നം നമ്മുടെ നാട്ടിൽ ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാവുക എന്നത് തന്നെയാണ്. ഈ ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടാകുന്നില്ല എന്നുറപ്പുവരുത്തുന്നതിന് വൈദ്യുതി IT വകുപ്പുകളെ സംയോജിപ്പിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ഈ പദ്ധതി അങ്ങേയറ്റം സഹായകമാവും. ആ നിലക്കും നമ്മുടെ നാട് മുന്നോട്ട് വെക്കുന്ന ഒരു ബദലാണിത്. എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന ആശയമുയർത്തി കെ ഫോൺ പദ്ധതി അവതരിപ്പിച്ചപ്പോൾ ചിലർ അപ്പോഴും ചോദിച്ചു, എന്തിനാണ് ആളുകൾക്ക് ഇന്റർനെറ്റാണോ ഇവിടെ എല്ലാവർക്കും ഒഴിച്ചുകൂടാത്തത്? എല്ലാവരുടെയും കൈകളിൽ ഫോണില്ലേ? അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഒരു ശരിയായ ചോദ്യമാണോ ചോദിച്ചത് എന്നൊരു സംശയം തോന്നാനിടയുണ്ട്. നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെ നോക്കിയാൽ ഒരുപാട് പേരുടെ കയ്യിൽ സ്മാർട്ട് ഫോണുണ്ട്. എന്നാൽ ഡിജിറ്റൽ ഡിവൈഡിൻ്റെ ഗൗരവം ശരിയായ രീതിയിൽ മനസ്സിലാവണമെങ്കിൽ ചില കണക്കുകൾ നാം ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്ത് 50% താഴെ ആളുകൾക്ക് മാത്രമാണ് ഇന്റർനെറ്റ് ഉപയോഗം സാധ്യമാകുന്നത്. 33% സ്ത്രീകൾക്ക് മാത്രമാണ് ഇന്റർനെറ്റ് ആക്സസ് ഉള്ളത്. ഗ്രാമപ്രദേശത്ത് അത് 25% മാത്രമാണ്. മറ്റു വിഭാഗങ്ങളെ അപേക്ഷിച്ച് 30% കുറഞ്ഞ തോതിൽ മാത്രമേ ആദിവാസി ജനവിഭാഗങ്ങൾക്ക് ഇന്റർനെറ്റ് സൗകര്യങ്ങൾ ലഭ്യമാകുന്നുള്ളൂ. ഇത്രയേറെ ആഴത്തിൽ ഡിജിറ്റൽ ഡിവൈഡ് നിലനിൽക്കുകയാണ് നമ്മുടെ രാജ്യത്ത്. അവിടെയാണ് നമ്മുടെ നാട്ടിൽ ഈ ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാക്കാനുള്ള ശ്രമം സർക്കാർ നടത്തുന്നത്. ആദിവാസികളടക്കമുള്ള അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുണ്ട്. അവരെ സമൂഹത്തിൻ്റെ ഭാഗമായി കാണുന്ന ഒരാളിലും സാധാരണഗതിയിൽ ഉളവാകാത്ത ചോദ്യമായിരുന്നു നേരത്തെ ഉയർന്നത് എന്നത് നാം കാണേണ്ടതാണ്.
ഇപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടാകുമായിരുന്നു. പക്ഷേ നാം കൂട്ടായ പ്രവർത്തനത്തിലൂടെ അത് മറികടന്നു. സർക്കാർ അതിന് നേതൃത്വം വഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും അതിൽ പങ്കാളികളായി. അതിൽ പങ്കാളിത്തം വഹിക്കാത്ത വിഭാഗങ്ങൾ വളരെ ചുരുക്കമാണ്. അന്നും ഇതുപോലെ ചോദ്യങ്ങൾ ഉയർത്തിയവരുണ്ട്. ഇത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ എന്തിനാണ് ഒരുക്കുന്നത് എന്ന് ചിലർ ചോദിച്ചിരുന്നു. പക്ഷേ അത് കേട്ട് നാം പിന്നോട്ട് പോയെങ്കിൽ ഇന്ന് എല്ലാ കുട്ടികൾക്കും ഡിജിറ്റൽ വിദ്യാഭ്യാസം സാധ്യമാക്കിയ ഇന്ത്യയിലെ ഏക സംസ്ഥാനമായി നാം കേരളം മാറുമായിരുന്നില്ല. എന്ന് മാത്രമല്ല, കോവിഡ് കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് ഒരുപാട് കുട്ടികൾ മറ്റു പ്രദേശങ്ങളിൽ കൊഴിഞ്ഞുപോയിരുന്നു. അതിവിടെ സംഭവിച്ചില്ല. എല്ലാ കുട്ടികളും അവരുടേതായ വിദ്യാഭ്യാസം തുടരുന്ന സ്ഥിതി ഇവിടെയുണ്ടായി. അപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഭരണ സംസ്കാരം, അതിന് മറ്റൊന്നും ആലോചിക്കാൻ കഴിയുമായിരുന്നില്ല എന്നതുകൂടിയാണ് ആ സ്വീകരിച്ച നടപടികളിൽ നമുക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ സമഗ്രമായ വികസനം എന്ന ലക്ഷ്യത്തോടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തരത്തിൽ ആവിഷ്കരിക്കുന്ന ഒട്ടേറെ പദ്ധതികളുണ്ട്. അതിനെല്ലാം എതിര് പറയുന്നവരും നമ്മുടെ നാട്ടിലുണ്ട്. അതായത് ഏതൊരു നല്ല കാര്യത്തിനും എതിര് പറയാൻ ചിലരുണ്ട്. അതാണ് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത. സാധാരണക്കാരന് എന്തിനാണ് ഇന്റർനെറ്റ്? സാധാരണക്കാരന് എന്തിനാണ് നൂതന ഗതാഗത സൗകര്യങ്ങൾ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അവർ പരസ്യമായി ചോദിക്കുന്നതിനും മടി കാണിക്കുന്നില്ല. ലോകം മുഴുവൻ മാറുകയാണ്. ആ മാറ്റം ഇവർ കാണുന്നില്ലേ? നമ്മുടെ നാട് മാറേണ്ടതില്ല എന്നാണോ ഇവർ കാണുന്നത്? കുടിൽ വ്യവസായങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി വിൽക്കുന്ന കാലമാണിത്. അപ്പോഴാണ് അപരിഷ്കൃത ചിന്തകളുമായി ഇത്തരം കൂട്ടര് നമ്മുടെ നാടിനെ പിന്നോട്ടടിപ്പിക്കുന്ന വാദഗതികളുമായി, തടസ്സങ്ങളുമായി രംഗത്ത് വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വികസനമെന്നത് ഏതാനും വിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. എന്നാൽ ഇവിടെ സർവതലസ്പർശിയും സാമൂഹ്യനീതിയധിഷ്ഠിതവുമായ വികസനമാണ്. എല്ലാ ജനവിഭാഗങ്ങൾക്കും വേണ്ടിയുള്ള വികസനമാണ്. ഇന്റർനെറ്റ് ജനങ്ങളുടെ അവകാശമാണെന്ന് പ്രഖ്യാപിച്ചും ഇന്റർനെറ്റ് എല്ലാവർക്കും സേവനങ്ങൾ ലഭ്യമാക്കിയും മുന്നേറുമ്പോൾ തന്നെ അതൊക്കെ ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഉറപ്പുവരുത്തുന്നു എന്നതുകൂടി ഇതോടൊപ്പം നാം കാണേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഓൺലൈനായി പൊതുസേവനങ്ങൾ ലഭ്യമാക്കുന്നത്. ഇതിനോടകം 900-ലധികം സേവനങ്ങൾ ഓൺലൈനായി നമ്മുടെ
സംസ്ഥാനത്ത് നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മൊബൈൽ ആപ്പ് മുഖേന, വെബ്സൈറ്റ് മുഖേന എല്ലാമുള്ള സേവനങ്ങൾ കേരളത്തിൽ ലഭ്യമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം അവശർക്കും അംഗപരിമിതർക്കുമായി സർക്കാർ സേവനങ്ങൾ അവരുടെ വാതിൽപ്പടിയിൽ എത്തിക്കുന്ന രീതിയും നാം സ്വീകരിച്ചു പോവുകയാണ്. പൊതു ഇടങ്ങളിൽ സൗജന്യ വൈഫൈ, വീടുകളിലും ഓഫീസുകളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി, ഹൈസ്പീഡ് ഇന്റർനെറ്റ്, പൊതുജനങ്ങൾക്ക് ഓൺലൈൻ സേവനങ്ങൾ, ഇതെല്ലാം ലഭ്യമാക്കിക്കൊണ്ട് മാത്രമേ നമ്മുടെ നാടിനെ, കേരളത്തെ ഒരു വിജ്ഞാന സമ്പദ്ഘടനയായും നൂതനത്വ സമൂഹമായും പരിവർത്തിപ്പിക്കാനാവുകയുള്ളൂ. കേരളത്തിന് വലിയ സാധ്യതയുള്ള IT മേഖല, ഈ IT മേഖലയിലാകെ വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. IT മേഖലയുടെ പ്രാധാന്യം നമ്മുടെ നാട് ഏറ്റവും ആദ്യം തിരിച്ചറിഞ്ഞൊരു നാടാണ്. അതിലേക്ക് ചുവടുവെച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. വലിയ ദീർഘവീക്ഷണത്തോടെയാണ് 33 വർഷം മുൻപ് 1990 രാജ്യത്തെ ആദ്യത്തെ IT പാർക്കിന് ഇവിടെ തിരുവനന്തപുരത്ത് അന്നത്തെ നായനാർ സർക്കാർ തുടക്കം കുറിച്ചത്. ഇന്നിപ്പോൾ രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നമ്മൾ കേരളത്തിൽ ആരംഭിച്ചിരിക്കുന്നു. മാത്രമല്ല, കുറച്ചുനാൾ മുൻപ് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ വന്ന് ഡിജിറ്റൽ സയൻസ് പാർക്കിന്റെ, അതും ഇന്ത്യയിൽ ആദ്യത്തേതാണ്, ആ ഡിജിറ്റൽ സയൻസ് പാർക്കിന്റെ തറക്കല്ലിടലും നിർവഹിച്ചു. ഇക്കാര്യത്തിലെല്ലാം കേരളം മാതൃകയാണ് എന്ന് ബഹുമാനായ പ്രധാനമന്ത്രി അപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തു. ഇപ്പോൾ 2016 തൊട്ട് കേരളത്തിന്റെ IT മേഖല കൈവരിച്ചത് സമാനതകളില്ലാത്ത മുന്നേറ്റമാണ്. കേരളത്തിലെ സർക്കാർ IT പാർക്കുകൾ വഴിയുള്ള കയറ്റുമതി 2016 9,753 കോടി രൂപയായിരുന്നു. 2022 ആയപ്പോൾ അത് 17,536 കോടി രൂപയായി വർദ്ധിച്ചു. അതായത് 6 വർഷം കൊണ്ട് ഏകദേശം ഇരട്ടിയോളം വർധനവ്. 2016 സർക്കാർ IT പാർക്കുകളിലെ കമ്പനികളുടെ എണ്ണം 640 ആയിരുന്നു. 2022 ആയപ്പോൾ അത് 1,106 വർദ്ധിച്ചു. IT ജീവനക്കാരുടെ എണ്ണത്തിലും വലിയ വർധനവാണ്. 2016 78,068 പേരായിരുന്നു പാർക്കുകളിൽ തൊഴിലെടുത്തിരുന്നത്. ഇന്നത് 1,35,288 ഉയർന്നിരിക്കുന്നു. ഇത് സാധാരണഗതിയിൽ നോക്കിയാൽ നല്ല പുരോഗതിയാണ്. പക്ഷെ നമ്മളിതിൽ തൃപ്തരല്ല. കാരണം നമുക്ക് നേടാൻ കഴിയുന്ന അത്രയും പുരോഗതിയിലേക്ക് ഇപ്പോഴും നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, മറ്റു ചില പ്രദേശങ്ങൾ, പേരൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല, എല്ലാവരുടെയും മനസ്സിലുണ്ടാവും, വളരെ മുന്നേറിയിരിക്കുകയാണ്. IT രംഗത്ത് നമ്മുടെ സംസ്ഥാനം വന്നു കഴിഞ്ഞതിന് ശേഷം പ്രവേശിച്ചവരാണവർ. വലിയ മുന്നേറ്റം അവിടങ്ങളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കും സാധ്യമാകാത്തൊരു കാര്യമല്ലത്. അതാണ് ഈ കണക്ക് തെളിയിക്കുന്നത്. ആ പാതയിൽ നാം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന
ആത്മവിശ്വാസമാണ് ഈ കണക്കുകൾ നൽകുന്നത്. അതുകൊണ്ട് എല്ലാമായി എന്ന നിലയിലല്ല, ഇനിയും ഒരുപാട് നേടാനുണ്ട്, വളർച്ച കൈവരിക്കാനുണ്ട് എന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. ഇപ്പോൾ 2021-22 സാമ്പത്തിക വർഷവുമായി താരതമ്യപ്പെടുത്തിയാൽ 22-23 1274 കോടി രൂപയുടെ വളർച്ചയാണ് IT കയറ്റുമതിയുടെ കാര്യത്തിൽ മാത്രം നാം നേടിയിരിക്കുന്നത്. കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ 78 കമ്പനികളാണ് 2,68,301 സ്ക്വയർ ഫീറ്റ് സ്ഥലത്തായി കേരളത്തിൽ പുതിയ IT ഓഫീസുകൾ ആരംഭിച്ചത്. GST കൃത്യമായി ഫയൽ ചെയ്തതിന് കേന്ദ്ര സർക്കാരിൻ്റെയും ക്രെഡിറ്റ് റേറ്റിംഗ് ഇൻഫർമേഷൻ സർവീസ് ഓഫ് ഇന്ത്യയുടെയും ക്രിസിൽ അംഗീകാരങ്ങൾ കേരളത്തിന് ഈ ഘട്ടത്തിൽ ലഭിച്ചു. 2023 ജൂൺ വരെ ക്രിസിൽ A+ ഗ്രേഡ് ലഭിച്ചത് മറ്റൊരു അഭിമാനകരമായ നേട്ടമാണ്. അപ്പോൾ നാം വളർച്ചയുടെ പാതയിലാണ് എന്നാണ് ഇതെല്ലാം കാണിക്കുന്നത്. IT മേഖലയിൽ സർക്കാർ നടപ്പാക്കിയ ക്രിയാത്മകമായ ഇടപെടലുകൾ ഫലം കാണുന്നു എന്നാണ് ഈ നേട്ടങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ മേഖലയെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കാനും യുവതലമുറയ്ക്ക് നമ്മുടെ നാട്ടിൽ തന്നെ മികച്ച തൊഴിലുകൾ ഉറപ്പുവരുത്താനുമുള്ള ക്രിയാത്മക പ്രവർത്തനങ്ങളിലാണ് സർക്കാർ ഏർപ്പെട്ടിരിക്കുന്നത്. നേരത്തെ തൊഴിലില്ലായ്മ നിരക്ക് 12% അത് 5% കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞുവെന്നതും ഇതിൻ്റെ ഭാഗമായി തന്നെ നാം ഓർക്കേണ്ടതാണ്. നോളജ് എക്കോണമി മിഷൻ, യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം, കണക്ട് കരിയർ ടു ക്യാമ്പസ്, ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് തുടങ്ങിയവയൊക്കെ ഇതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളാണ്. സമാനമായ മുന്നേറ്റമാണ് നമ്മുടെ സ്റ്റാർട്ടപ്പ് മേഖലയിലുണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 7 വർഷം കൊണ്ട് 4000-ലധികം സ്റ്റാർട്ടപ്പുകളാണ് കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ളത്. ഇവയിലൂടെ 5500 കോടി രൂപയുടെ നിക്ഷേപം, 43,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ബെൽജിയത്തിൽ നടന്ന ലോക ഇൻക്യുബേഷൻ ഉച്ചകോടിയിൽ മികച്ച പബ്ലിക് ബിസിനസ് ഇൻക്യുബേറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ടത് കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ്. കേരളത്തിന്റെ വ്യവസായ മേഖല വലിയ മുന്നേറ്റമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ നടത്തിയ ഇടപെടൽ അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. 1 വർഷം കൊണ്ട് 1,00,000 സംരംഭങ്ങൾ തുടങ്ങാനാണ് നാം ലക്ഷ്യമിട്ടത്. പക്ഷെ 1 വർഷം കൊണ്ട് തുടങ്ങിയത് 1,40,000. ഇപ്പോൾ 8,500 കോടി രൂപയുടെ നിക്ഷേപം ആ വഴി വന്നു. 3 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ ഇതിന്റെ ഭാഗമായി നമ്മുടെ കേരളത്തിൽ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. ഇപ്പോൾ സംരംഭക വർഷ പദ്ധതിയുടെ 2ാം ഘട്ടം അതൊരു പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. അതാണ് മിഷൻ 1000. ആ പദ്ധതിയിലൂടെ ഈ സംരംഭക സ്ഥാപനങ്ങളിൽ 1000 സംരംഭങ്ങളെ ശരാശരി 100 കോടി രൂപ വിറ്റുവരവുള്ളവയാക്കി ഉയർത്താനുള്ള സഹായങ്ങൾ ലഭ്യമാക്കുകയാണ്. അപ്പം അങ്ങനെ വന്നാൽ 1,00,000 കോടി രൂപയുടെ വിനിമയമാണ് നമ്മുടെ വ്യവസായ മേഖലയിൽ പുതുതായി ഉണ്ടാകാൻ പോകുന്നത്.